സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിനകത്ത് സ്കുക്കൂസ എന്ന് പറയുന്ന സ്ഥലമാണിത്. നമ്മളിപ്പോൾ പോകുന്നത് 1973 കാലഘട്ടത്തിൽ ഉപയോഗശൂന്യമായി പോയ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ക്രൂഗർ സ്റ്റേഷൻ എന്നാണ് പേര്. 1912 കാലഘട്ടത്തിലാണ് സെലാറ്റി ലൈൻ എന്ന് പറയുന്ന ഈ റെയിൽപാളം ഉപയോഗത്തിലെത്തിയത്. സ്വർണം ഖനനം ചെയ്ത് സെനീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കോമാറ്റിപ്പൂരിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇവിടെ നിന്ന് വലതു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ റെയിൽവേ ലൈനിന്റെ ഭാഗമായ സാബി ബ്രിഡ്ജിന് മുകളിൽ ഒരു ട്രെയിൻ നിർത്തിയിട്ട് അതൊരു ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ. നമ്മുടെ ലക്ഷ്യം ക്രൂഗർ സ്റ്റേഷൻ ആണല്ലോ, അവിടേക്ക് നടന്നു. അങ്ങകലെ സ്റ്റേഷൻ തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1912 കാലഘട്ടത്തിൽ ചരക്ക് നീക്കത്തിനായി ഈ ലൈൻ ഓപ്പൺ ചെയ്തെങ്കിലും 1923 കാലഘട്ടത്തിലാണ് വിനോദസഞ്ചാരികൾക്കായി ഈ റെയിൽവേ ലൈൻ ഉപയോഗിച്ചു തുടങ്ങിയത്. ആ കാലത്ത് റൗണ്ട് ഇൻ 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർ പ്രോഗ്രാം ഇതുവഴി നടത്തപ്പെട്ടിരുന്നു. പഴമയുടെ പ്രൗഢി പേറുന്ന ഒരു ആവി എഞ്ചിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന കാരണത്താൽ 1973 കാലഘട്ടത്തിൽ ക്രൂഗർ നാഷണൽ പാർക്ക് വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിരോധിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയ ഈ ആവി എഞ്ചിൻ 1980 കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കൻ റെയിൽവേ ക്രൂഗർ നാഷണൽ പാർക്കിന് തിരികെ നൽകുകയായിരുന്നു. അങ്ങനെ ലഭിച്ച ആ ട്രെയിനും ബോഗികളും 1984 ഒരു റെസ്റ്റോറൻ്റായി മാറുകയായിരുന്നു. പഴമയുടെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് ആ ഒരു സ്റ്റേഷനും ആ ട്രെയിനും ഇന്നും അവിടെ നിലകൊള്ളുന്നു. 1995 ഒരു തീപിടുത്തത്തിൽ ഇതിൻ്റെ ബോഗികൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ അടച്ചിടേണ്ടി വന്നിരുന്ന ഈ റെസ്റ്റോറൻറ്റ് 2020 കാലഘട്ടത്തിലാണ് പുനർനിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കിയത്. ഇന്ന് ക്രൂഗർ നാഷണൽ പാർക്കിൽ എത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെ ആഗ്രഹമാണ് ചരിത്രവും പ്രകൃതിയുടെ വന്യതയും ഇഴകലരുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലെത്തി ആഹാരം കഴിക്കുവാൻ. ഇത് സൗത്ത് ആഫ്രിക്കൻ റെയിൽവേയുടെ ക്ലാസ് 24 വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ പേരാണ് 3638 എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനും അവർ നൽകിയിരിക്കുന്ന പേര്. ഞങ്ങൾ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലുള്ള കാഴ്ചകളെല്ലാം കണ്ട ശേഷം മറുവശത്തുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം വിജനമായിരുന്നുവെങ്കിൽ ഇപ്പുറത്തെ അവസ്ഥ അതല്ല. ട്രെയിനിനരികിലായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രതീതി ഉണർത്തുന്ന രീതിയിലുള്ള സെറ്റിംഗ് ആണ് ഇവിടെ. പഴയ ടിക്കറ്റ് കൗണ്ടറുകൾ ടേക്ക് അവേ ഷോപ്പുകളാക്കിയിരിക്കുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്ന വെയിറ്റിംഗ് റൂം
ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഷോപ്പാക്കി മാറ്റിയിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഭാഗത്തുകൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ചരിത്രം കഥ പറയുന്ന സ്കുക്കൂസ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. അതായത് റെസ്റ്റോറൻറ്റ് 3638ൻ്റെ മുൻഭാഗം. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.